നമ്മൾ പാൻറ്റിൻ്റെയൊക്കെ ഇലാസ്റ്റിക് ലൂസാകുമ്പോഴേ അത് മാറിയിട്ട് പുതിയത് എങ്ങനെ ഇടുന്നെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അരവണ്ണം 40 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്കാണെങ്കിൽ അതിന് ഇലാസ്റ്റിക് മാറിയിടുമ്പം 20 സെൻറ്റിമീറ്റർ മതി. ഇലാസ്റ്റിക് നേരെ പകുതി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ പടി മടക്കി ഇലാസ്റ്റിക് അത് വെച്ച് സൈഡ് വഴി നമ്മൾ മടക്കി അടിക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ 1-2 തയ്യലൂടെ ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. അതായത് ഇലാസ്റ്റിക് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത് പാൻറ്റിനൊക്കെ. അതായത് അത് മീറ്ററിന് 25 രൂപയൊക്കെ വരുള്ളൂ ആ ഇലാസ്റ്റിക്കിന്. അത് നമ്മളിപ്പം 40 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ആണെങ്കിൽ നമ്മളത് 20 ആക്കി കുറയ്ക്കണം. ഇലാസ്റ്റിക് എപ്പോഴും നേരെ പകുതി മുറിച്ചിട്ട് വേണം. വണ്ണത്തിൻ്റെ നേരെ പകുതി ഇതിലാണ്, നമ്മൾ നീളത്തിലാണ് ഇലാസ്റ്റിക് മുറിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് പടി എത്ര വീതിയുണ്ടോ അതിനകത്ത് ചേർത്തക്ക വിധത്തിൽ ഈ ഇലാസ്റ്റിക് നമ്മൾ വെച്ച് രണ്ട് സൈഡും കൂടെ അടിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് 1-2 തയ്യൽ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെയും കൊടുക്കാം. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പാൻറ്റിനൊക്കെ ഇലാസ്റ്റിക് വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അത് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാത്ത, അധികം പഴക്കമാകാത്ത പാൻറ്റാണ്. ഒരു കേടും വേറെ ഇല്ല. പക്ഷേ ഇലാസ്റ്റിക് ലൂസായി പോയതുകൊണ്ട് ഒരു കുഴപ്പമുള്ളൂ. അങ്ങനെ വരുന്ന പാൻറ്റുകൾ നമുക്ക് നമ്മുടെ വണ്ണത്തിൻ്റെ നേരെ പകുതി മുറിച്ച് ഇലാസ്റ്റിക് എടുത്താൽ മതി. എന്നിട്ട് നമ്മളത് തയ്ച്ച് പടി മടക്കി തയ്ച്ച് അതിൻ്റെ കൂടെ ചേർത്താൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഒത്തിരി പഴയതാകരുത്, നല്ല തുണിയായിരിക്കണം. പക്ഷേ ഇലാസ്റ്റിക് ലൂസ് ചെയ്തു അങ്ങനെ ഒരു കുഴപ്പമുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ 2 തവണ കാണുക. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ ഇലാസ്റ്റിക് വെച്ച് നമ്മളതിൻ്റെ പടി മടക്കി അടിക്കുന്നതെന്ന്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാമേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.